മട്ടൺ റോസ്റ്റും നല്ല അടിപൊളി പുട്ടും. ഇത് ഏതോ ഒരു ജില്ലേൻ്റെ സിഗ്നേച്ചർ റെസിപ്പിയാണ്. ഏത് ജില്ലയാണെന്നുള്ളത് കമൻറ്റ് ചെയ്യാൻ പറ്റുമോ? അപ്പം നമുക്ക് നല്ല ഒളിയത്തിൻ്റെ ഇറച്ചി കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മളെ മേലത്തെ പാകിസ്ഥാനി നമ്മളെ ഫ്ലാറ്റിൽ കേട്ടോ അറുത്തിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്കൊരു പൊതി കിട്ടിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഒന്നും നോക്കിയില്ല, രാത്രിക്കൊക്കെ നല്ല പുട്ടും മട്ടനും ആക്കാമെന്ന് വിചാരിച്ചിട്ടാ. സ്കൂളും കമ്പനിയൊക്കെ അടച്ചതുകൊണ്ട് എല്ലാവരും വീട്ടിൽ തന്നെ ഉണ്ട് കേട്ടോ. അപ്പം നല്ല പുട്ടും മട്ടനും. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക, സവാള ഇട്ട് കൊടുക്കുക, ഉപ്പിട്ട് കൊടുക്കുക, നന്നായിട്ട് നല്ലോണം വഴറ്റി കൊടുക്കുക, കറിവേപ്പില ചേർത്ത് കൊടുക്കുക, ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചത് ഇതുപോലെ ഇട്ട് കൊടുക്കുക. നന്നായിട്ട് അതിൻ്റെ പച്ച മണം മാറിയതിന് ശേഷം നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് പൊടികളാണ് കേട്ടോ. ഏത് ജില്ലയാണെന്നുള്ളത് മറക്കണ്ട, കമൻറ്റ് ചെയ്തോളി. പിന്നെ മുളക് പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടിയും കൂടി ചേർത്ത് നന്നായിട്ട് നല്ലോണം മിക്സാക്കിയതിന് ശേഷം നമുക്ക് മട്ടൻ തട്ടി കൊടുക്കാണ്ട് കേട്ടോ. മട്ടൻ ഞാൻ ചെറുതാക്കി നുറുക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, മട്ടൻ ചേർത്ത് കൊടുക്കാം. അതിന് വെള്ളം ഇറങ്ങിയതിന് ശേഷം നമുക്ക് കുക്കർ അടച്ച് വെച്ച് ഒരു 2-3 വിസിൽ നമുക്ക് എന്ത് ചെയ്യുക, അടുപ്പിച്ചെടുക്കാം. പക്ഷെ ഇത് ടേസ്റ്റ് കൂട്ടുന്നത് വേറൊരു സംഭവം കൊണ്ടാണ് കേട്ടോ. അതെങ്ങനെയെന്നല്ലേ, ഇതുവരെ ഓക്കെയാണ്, ഇത്ര മാത്രം മതിയെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. പക്ഷെ ഇതൊന്നുകൂടെ ടേസ്റ്റ് കൂടുക എങ്ങനെയാണെന്ന് അറിയോ? ഒരു ചീനച്ചട്ടി ഇങ്ങോട്ട് അടുപ്പിൽ വെക്കുക. എന്നിട്ട് വെളിച്ചെണ്ണ ഇതുപോലെ അങ്ങോട്ട് എന്ത് ചെയ്യാം, ഒഴിച്ചെണ്ണ കൊടുക്കാം. അതിക്ക് ഒരു പിടി ചെറിയുള്ളി എടുത്ത് നന്നായിട്ട് നല്ലോണം സോഫ്റ്റ് ആക്കി എടുക്കാം. കുറച്ച് ഉപ്പിട്ട് കൊടുത്താൽ മതി കേട്ടോ. ചെറുള്ളി നല്ലതായിട്ട് സോഫ്റ്റ് ആയി കിട്ടും. കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും ചേർത്ത് ഇതുപോലെ നന്നായിട്ട് വഴറ്റിയതിന് ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ച മട്ടൻ അയക്കണം തട്ടി നന്നായിട്ട് നല്ലോണം മിക്സാക്കി എടുക്കാം. അപ്പം അടിപൊളി മട്ടൺ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ്. പിന്നെ നമ്മളെ പുട്ടും പൊളി ഐറ്റല്ലേ. ഇനി എന്താ, അങ്ങോട്ട് തട്ട് തന്നെ. എന്തായാലും ഒന്ന് പരീക്ഷിച്ച് നോക്കോണ്ടേ. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാലേ കൂടെ കൂടിക്കൊള്ളി. നല്ല നല്ല റെസിപ്പീസ് കാണാനായിട്ട് പറ്റും. അപ്പം ഞാൻ പറഞ്ഞ കാര്യം ആരും മറക്കണ്ട. ഇത് ഏത് ജില്ലയാണെന്നുള്ളത് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്കൊരു അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.